ഭാരതം ഒരുപാട് കാലം ഈ ലോകത്ത് യശസ്സുയർത്തി ലോകത്തിന്റെ രാജ്യങ്ങളുടെ മുൻപന്തിയിൽ ഉത്തരോത്തരം കുതിക്കേണ്ട മഹത്തായ രാജ്യമാണ്. ഈ രാജ്യത്തിന്റെ വികസനത്തിന്റെ വളർച്ചയുടെ എല്ലാം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് വെറുതെയല്ല. ധീരനായ മഹാത്മാഗാന്ധിജി സർവം സമർപ്പിച്ചിട്ടാണ് നമുക്കത് ലഭിച്ചത്. ബഹുമാന്യനായ പണ്ഡിറ്റ് ജവഹർലാൽജി സർവവും സമർപ്പിച്ചപ്പോഴാണ് നമുക്കത് ലഭിച്ചത്. ബഹുമാന്യനായ ആദരണീയനായ ധീരദേശാഭിമാനി സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവാർപ്പണമാണ് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ കാരണമായത്. പാവപ്പെട്ടവരുടെ ആശ്രയവും അത്താണിയുമായിരുന്ന ഡോക്ടർ ഭീംറാവ് അംബേദ്കറുടെ ചലനാത്മകമായ ജീവിതമാണ് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വഴിതെളിച്ചത്. മൗലാന അബുൽ കലാം ആസാദിന്റെ, ഭഗത് സിംഗിന്റെ, താന്തിയ തോപ്പിയുടെ, അങ്ങനെ ഒട്ടേറെ ആളുകളുടെ ജീവാർപ്പണമാണ്. എനിക്ക് നിങ്ങളോട് ഒറ്റ കാര്യം പറയാനുണ്ട്. നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വണ്ടി കയറി പോകുമ്പോൾ മലപ്പുറത്ത് വള്ളൂമ്പ്രം കഴിഞ്ഞ് പൂക്കോട്ടൂരിനടുത്ത് പിലാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കാഞ്ഞിരപ്പറമ്പ് പോലെ ഒരു സ്ഥലം. ആ പിലാക്കല് ദേശീയപാതയുടെ അരികിൽ ഒരു വെള്ള കുമ്മായം തേച്ച ചുറ്റുമതിലുകൾക്കിടയിൽ കുറെ പേര് അന്തി ഉറങ്ങുന്ന നമ്മുടെ പള്ളിക്കാടുകളും ശ്മശാനം പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. പിലാക്കൽ എന്നാണ് പറയുക. അവിടെ അന്തി ഉറങ്ങുന്ന 100ഓളം ആളുകളുണ്ട്. അവര് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചവരല്ല, അവർ രോഗം ബാധിച്ച് മരിച്ചവരല്ല. അവരവിടെ അടക്കം ചെയ്തത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ കൊന്ന് കുഴിച്ചു മൂടിയതായിരുന്നു അവിടെയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എത്രയെത്ര ധീരദേശാഭിമാനികളുടെ ജീവിതവും രക്തവും നൽകിയാണ് നമുക്കിത് കിട്ടിയത് എന്ന് അറിയണം. എന്റെ പ്രിയപ്പെട്ട മക്കളോട് നമുക്ക് ഇവിടെ നിന്ന് പ്രതിജ്ഞ എടുക്കാനുള്ളത് എന്താണെന്ന് അറിയോ? നമ്മളിൽ ഒരു വൈജാത്യം ഉണ്ടാകാൻ പാടില്ല, നമ്മളിൽ ഒരു വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല, നമ്മളിൽ ഒരു വർഗീയ മനസ്സുണ്ടാകാൻ പാടില്ല. നമ്മളെല്ലാവരും ഒന്നാണ്. നിങ്ങൾ നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. മദ്രസയിൽ പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ക്രിസ്തു ദേവാലയത്തിൽ പോകുന്നവരും അമ്പലത്തിൽ പോകുന്നവരും വ്യത്യസ്ത ഭാഷകളുള്ളവരും വ്യത്യസ്ത സംസ്കാരമുള്ളവരും വ്യത്യസ്ത ഭക്ഷണ രീതിയുള്ളവരും എല്ലാം ഇതുപോലെയുള്ളവർ ലോകത്ത് ഒരേ ഒരു രാജ്യമേ ഉള്ളൂ. അത് നമ്മുടെ രാജ്യമാണ്. ഏതാണ് ആ രാജ്യം? നമ്മുടെ രാജ്യം. എല്ലാരും പറഞ്ഞേ, നമ്മുടെ രാജ്യം. ഇത്രയും പറയണം, നമ്മുടെ രാജ്യം ഇന്ത്യ. പറയൂ, നമ്മുടെ രാജ്യം ഇന്ത്യ. ഇത്രയും വൈവിധ്യമുള്ള ഒരേ ഒരു രാജ്യമേ ഉള്ളൂ ലോകത്ത്. അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായ രാജ്യമെന്ന് ലോകത്തെ ഇന്ത്യ രാജ്യത്തെ കുറിച്ച് മഹാന്മാർ എഴുതി വെച്ചത്. നമുക്ക് എല്ലാവരും ഒരുമിച്ച് ഏകോദര സഹോദരങ്ങളായിട്ട് പോകും. നമ്മുടെ സ്കൂളിന്റെ പ്രത്യേകത അങ്ങനെയാണ്. ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ രക്ഷിതാക്കൾ, ഇവിടുത്തെ കുട്ടികൾ എല്ലാവരും എന്തെങ്കിലും പോരായ്മകളും കുറവുകളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിച്ചും മറച്ചും മൂടിവെച്ചും പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഒരു നാട് നിലനിൽക്കേണ്ടത്. കുറവുകളുണ്ടാകും, പോരായ്മകളുണ്ടാകും. ഇതിന്റെ നടത്തിപ്പിൽ തന്നെ ചിലപ്പോൾ അപാകതകൾ ഉണ്ടാവും. പക്ഷെ അപാകതകൾ പറയുന്നവരല്ല നമ്മൾ, ഇതിന്റെ മെറിറ്റ് പറയുന്നവരാണ് നമ്മൾ, നന്മ പറയുന്നവരാണ് നമ്മൾ. ഇങ്ങനെ ഒരു പരിപാടി പോലും ഇവിടെ സംഘടിപ്പിക്കാൻ നമ്മുടെ ഈ നിൽക്കുന്ന നേതാക്കന്മാരുടെ കഠിനാധ്വാനം വലുതാണ്. നിങ്ങളുടെ കുട്ടികളുടെ അധ്വാനം വലുതാണ്, രക്ഷിതാക്കളുടെ അധ്വാനം വലുതാണ്. ഒരു പെരുന്നാൾ പോലെ, ഒരു ഓണം പോലെ, ക്രിസ്മസ് പോലെ ആയിരുന്നു ഇന്നലെയും ഇന്നും ഒക്കെ. നിങ്ങൾക്ക് എന്ത് സന്തോഷമായിരുന്നു വീട്ടില്, അല്ലേ? നിങ്ങൾ സ്വാതന്ത്ര്യദിനത്തിന്റെ ഗാനങ്ങൾ പാടി പഠിച്ചു, നിങ്ങൾ നൃത്തം പഠിച്ചു. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയ കുട്ടികളെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ സന്ദർഭത്തിൽ ഐക്യമാണ് നമുക്ക് പറയാനുള്ളത്, സ്നേഹമാണ് നമുക്ക് പറയാനുള്ളത്, സൗഹൃദമാണ് നമുക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എന്തെങ്കിലും ചേർത്ത് പറയാനുള്ള പ്രധാന കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബഹുമാന്യരായ നേതാക്കൾ നിങ്ങളെ ആ സംഗതി ഇവിടെ ഉണർത്തും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സ്കൂളിലെ ഒരു അധ്യാപകൻ എന്നുള്ള അർത്ഥത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിന്റെ 79ാം സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളിന്റെ ക്ഷേമത്തിന് വേണ്ടി, വികസനത്തിന് വേണ്ടി, ഈ വാർഡിന്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന നമ്മുടെ ബഹുമാനിയായ ശ്രീമതി സൗദ മെമ്പറെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.